നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 76 ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 76. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 5-ാം അധ്യായം തുടങ്ങാനെന്ന്. 1-ാം ശ്ലോകം. സൂതാ ഉവാച അധതം സുഖമാസീന ഉപാസീനം മൃഗസ്രവാ ദേവർഷി പ്രാഹ വിപ്രർഷീം വീണാപാണി സ്മയന്നിവ. അധതം സുഖമാസീന ഉപാസീനം മൃഗസ്രവാ ദേവർഷി പ്രാഹ വിപ്രർഷീം വീണാപാണി സ്മയന്നിവ. ഇതിൻ്റെ വാക്കാർത്ഥം പറയാം. അനന്തരം സുഖമാകും വണ്ണം ഇരിക്കുന്നവനും. ഈ പത്മാസനത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാൻ സാധിച്ചോളണമെന്നില്ല. സുഖാസനം എന്ന് പറയും. സുഖാസനം എന്ന് പറഞ്ഞാൽ എങ്ങനെ സൗകര്യം അങ്ങനെ ഇരിക്കുക. ശരീരത്തിന് വിഷമം തോന്നാത്ത രീതിയിൽ, എന്നാൽ നടുനിവർന്നിരിക്കും വേണം. അത് നിർബന്ധമാണ്. സുഖാസീനം, സുഖമാകും വണ്ണം ഇരിക്കുന്നവനും മഹത്തായ കീർത്തിയുള്ളവനും കയ്യിൽ വീണയുള്ളവനുമായ ആരെ? നാരദര്. വീണാപാണി, കയ്യിൽ വീണ. അപ്പം ഈ നാരദരുടെ വീണയുടെ പേര് മഹതി എന്നാണ്. അതും മനസ്സിലാക്കണം. മഹതി ഇതിലില്ലാത്തതും ചിലപ്പോൾ മനസ്സിലാക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. വീണയുള്ളവനുമായ നാരദമുനി സമീപത്തിരിക്കുന്ന ആ വ്യാസമുനിയെ നോക്കി മന്ദഹാസം ചെയ്യുന്നവനെ പോലെ പറഞ്ഞു. മന്ദഹാസം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. സൂതൻ പറഞ്ഞു, 5-ാം അധ്യായത്തിൽ നാരദമുനി വ്യാസമുനിയോട് ചിത്തപ്രസാദത്തിന് സർവധർമ്മങ്ങളിൽ വെച്ചും ഹരിനാമകീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഉപദേശിച്ചതിനെ വിവരിക്കണം. എന്താ പറഞ്ഞത്? ചിത്തപ്രസാദം, മനപ്രസാദം, മുഖപ്രസാദം ഉണ്ടാകണമെങ്കിൽ ഇത് വേണം. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ. ഇനി അതും അല്ലെങ്കിൽ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ കേശവ മുരാരേ. ഇങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ ചെല്ലാം. അതാണ് ഹരിനാമകീർത്തനം. അതായത് ഹരികീർത്തനം, ഹരിനെ കീർത്തിക്കുക, ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കുക ധാരാളമായി. അപ്പോൾ അർഘ്യപാദാദികൾ കൊണ്ട് സൽക്കരിച്ച ശേഷം, അതായത് പണ്ടൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കും. അതെന്തിനാ? വരണവർ കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. കാല് കഴുകിയാൽ, കയ്യും കാലും മുഖം കഴുകിയാൽ ക്ഷീണം മാറും. പണ്ടൊക്കെ ഈ സൈക്കിളോ സ്കൂട്ടറോ ഒന്നും ഉണ്ടായിരുന്നില്ല. നടന്നിട്ട് വേണം പോകാനും വരാനൊക്കെ. അപ്പം നടന്ന് വന്ന ക്ഷീണം മാറാൻ ആദ്യം വരുന്ന ആൾക്ക് വെള്ളം വയ്ക്കും. അത് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവയ്ക്കും വെള്ളം. ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക്. അതൊരു സിസ്റ്റമായിരുന്നു. അതിനെ കോപ്പി അടിച്ചിട്ടാണ് വീട് വയ്ക്കാൻ, കുറച്ചുകൂടി നല്ല വീടൊക്കെ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ മുമ്പിലൊരു പൈപ്പ് വയ്ക്കാൻ തുടങ്ങി. ഒന്നില്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലാവാം, കാല് കഴുകിയിട്ട് കയറാം, അല്ലെങ്കിൽ ഉമ്മർ തന്നെ ആവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാലും കയ്യും കഴുകിക്കുക, മുഖം കഴുകുക. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടോ ഉപ്പിടാണ്ടോ അല്ലെങ്കിൽ സംഭാരോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നല്ല വെള്ളം വന്നവർക്ക് ആതിഥ്യ മര്യാദ കൊടുക്കുക. അതാണ് ഈ അർഘ്യപാദാദികൾ ഇരിക്കാൻ പറയുക. അപ്പോൾ അർഘ്യപാദാദികൾ കൊണ്ട് സൽക്കരിച്ച ശേഷം നാരദരെ പീഠത്തിന്മേലിരുത്തി സമീപത്ത് വ്യാസമഹർഷിയും ഇരുന്നു. മഹാകീർത്തിമാനും വീണാപാണിയുമായ ശ്രീ നാരദമുനി വ്യാസമുനിയെ നോക്കി പുഞ്ചിരി ചെയ്യുന്നവനെന്ന പോലെ പറഞ്ഞു. നാരദാ വാച. ശ്ലോകം 2.
പരാശര്യ മഹാഭാഗ ഭവതഃ കശ്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. സുഖാന്വേഷണം ചോദിക്കുകയാണ്. പരാശര്യ മഹാഭാഗ ഭവതഃ കശ്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. മഹാഭാഗ്യവാനായ പരാശരപുത്ര, ഭവാന്റെ ശരീരത്തെ അഭിമാനിക്കുന്നവനും മനസ്സിനെ അഭിമാനിക്കുന്നവനുമായ ആത്മാവ് ശരീരത്തോടും മനസ്സോടും കൂടെ പരിതോഷിക്കുന്നുവോ? പരിതോഷിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സന്തോഷം ഇല്ലേ? ശരീരത്തിനും മനസ്സിനും സ്വസ്തിയല്ലേ, സമാധാനമല്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ നാരദർ പറഞ്ഞു വ്യാസരോട്, ഹേ മഹാഭാഗ്യശാലിയായ വ്യാസമുനി, അങ്ങയുടെ ദേഹാഭിമാനിയും ചിത്താഭിമാനിയുമായ ആത്മാവ് ജീവാത്മാവ്, ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, ദേഹത്തോടും മനസ്സോടും കൂടെ വേണ്ടതുപോലെ സന്തോഷിച്ചിരിക്കുന്നുവോ? അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖമോ എന്ന് ചോദ്യത്തിൽ അടങ്ങിയ സാരം. 3-ാമത്തെ ശ്ലോകം. ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം. എന്താ വായിച്ചതെന്ന് ശ്രദ്ധിക്കണം. ജിജ്ഞാസിതം സുസമ്പന്നം, അവിടെ പ്രിൻറ്റിങ് എന്താ ഉണ്ടോ? സുസമ്പന്നമഭി എന്നാ, അങ്ങനെ വായിക്കരുത്. അപ്പോൾ ജിജ്ഞാസിതം സുസമ്പന്നം അഭിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. എടുത്ത അങ്ങനെ വിലസനം വായിച്ചിട്ട് സംഗീതാത്മകമായിട്ട് വായിക്കാം. ജിജ്ഞാസിതം സുസമ്പന്നം അഭിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. അതിൻ്റെ വാക്കർത്ഥം പറയണു. അങ്ങയ്ക്ക് അറിയേണ്ടത് വേണ്ട വിധം അറിയപ്പെട്ടു. യാതൊരു അങ്ങ് സകലങ്ങളായ അർത്ഥങ്ങളാൽ പരിപൂർണവും മഹത്തും ആശ്ചര്യകരവുമായ ഭാരതത്തെ നിർമ്മിച്ചുവല്ലോ. മഹാഭാരതം എഴുതിയല്ലോ അങ്ങ്, കേമനാണല്ലോ അങ്ങ്. 4-ാമത്തെ ശ്ലോകം. ജിജ്ഞാസിതം അധീതം ച യത് തദ് ബ്രഹ്മസനാതനം അഥാഭിശോച്യസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ജിജ്ഞാസിതം അധീതം ച യത് തദ് ബ്രഹ്മസനാതനം അഥാഭിശോച്യസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ കേട്ടോ വായിച്ചത്, ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വാക്കാർത്ഥം പറയാം. ഏതു കാലത്തും ഉള്ളതായ ഈ സനാതനം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഉള്ളതെന്നാ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും, ടൈം എന്താണ് ഇമ്മമ്മോറിയൽ, അറിയപ്പെടാൻ പറ്റില്ല, അത്രയും പഴക്കമുണ്ട്. ഫ്രം ദി വെരി ബിഗിനിങ് എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ആരൊക്കെ ഭാരതത്തിനും ഭരിച്ചു. തത്വശാസ്ത്രങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം തത്വശാസ്ത്രങ്ങൾ ഈശ്വരൻ്റെ ശ്വാസനിശ്വാസങ്ങളാണ്, അത് നശിക്കില്ല. ഈ ഭൂമിയിൽ വായുവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അഗ്നിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെന്താ? അതന്നെ. അപ്പോൾ സനാതനം ഏത് കാലത്തും ഉള്ളതായ ബ്രഹ്മം യാതൊന്നോ അത് വിചാരിക്കപ്പെട്ടു. ജിജ്ഞാസിതം എന്ന് പറഞ്ഞാൽ വിചാരിക്കപ്പെടുക എന്ന് അർത്ഥം പറയാം. പ്രാപിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഹേ പ്രഭുവായുള്ളവേ, കേമനാണല്ലോ അങ്ങ്, കൃതാർത്ഥനല്ലാത്തവനെ പോലെ ആത്മാവിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. നാരദർ പറയാം, അങ്ങ് മഹാഭാരതമൊക്കെ രചിച്ചു, എനിക്കറിയാം. പക്ഷേ അങ്ങക്ക് എന്തോ ഒരു സന്തോഷം കമ്മിയുണ്ട്. ഇനി പറയൂ എന്താ? അതാണ് ഇനി ഭാവാർത്ഥത്തിലേക്ക് പോണത്. ഏതു കാലത്തും നശിക്കാതെ നിത്യമായിരിക്കുന്ന പരബ്രഹ്മം യാതൊന്നോ അതും അങ്ങയാൽ വിചാരിക്കപ്പെടുകയും
പ്രാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങ് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള ആളാണ്. പിന്നെ എന്താ ഇപ്പം ഈ ആശയക്കുഴപ്പത്തിന് എന്താ മുഖത്തിൻ്റെ ഒരു മ്ലാനത? ഹേ പ്രഭു, ആര്? നാരദമുനി വ്യാസമുനിനെ എന്താ വിളിക്കുന്നത്? ഹേ പ്രഭു, ഇത്രയെല്ലാം സാധിച്ചിട്ടും ചെയ്യേണ്ടതിനെ ചെയ്തു തീർക്കാത്തവനെന്ന മട്ടിൽ ആത്മാവിനെക്കുറിച്ച് ക്ലേശിക്കുന്നുവല്ലോ. ഇതിനെന്ത് കാര്യം? അപ്പം ശരീരത്തിൻ്റെ അല്ല പ്രശ്നം, ആത്മാവിൻ്റെ അല്ല പ്രശ്നം, അല്ല മനസ്സിൻ്റെ അല്ല പ്രശ്നം. പിന്നെയോ ആത്മാവിനെ വേണ്ട പോലെ കീർത്തിച്ചില്ലേ എന്നാണ് എന്താണ് പറയുക, ഈ മുള്ളു വെച്ചിട്ട് ചോദിക്കാതൊക്കെ പറയും. അതേമാതിരി മനസ്സിലായില്ലേ? ഇത്രത്തോളം നിവർത്തിയ കേടായി ഇദ്ദേഹത്തിന്. ആർക്ക്? വ്യാസർക്ക്. ഇനി സംഗതി പറയാണ്ടിരിക്കാൻ പറ്റില്ല നാരദരോട്. വ്യാസ ഉവാച, ആ നാരദ ഉവാചയുടെ ഇന്നതാണെന്ന് സൂതൻ പറഞ്ഞു. നാരദർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം വ്യാസൻ മറുപടി പറഞ്ഞു. വ്യാസ ഉവാച, 5-ാമത്തെ ശ്ലോകം. അസ്തേവമേ സർവമിദം ത്വയോക്തം തഥാഭിരാത്മാ പരിദുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധ ബോധം പൃച്ഛാമഹേ ത്വാം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. കൂട്ടക്ഷരങ്ങളാണ്, 4 വരി ശ്ലോക. അസ്തേവമേ സർവമിദം ത്വയോക്തം തഥാഭിരാത്മാ പരിദുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാം ആത്മഭവാത്മഭൂതം. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥാണ് പറഞ്ഞത്. അങ്ങയാൽ പറയപ്പെട്ട ഇതെല്ലാം എനിക്ക് ഉണ്ട് നിശ്ചയം, എന്നാലും എൻ്റെ ആത്മാവ് പരിതോഷിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അസ്പഷ്ടമായിരിക്കുന്ന അതിൻ്റെ കാരണത്തെ അല്ലയോ നാരദ, ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായവനായ അങ്ങ് ഗാംഭീരമായ ബോധത്തോടുകൂടുവനായ അങ്ങയോട് ചോദിക്കുന്നു. ഇപ്പോൾ കടിച്ചേനേക്കാളിലും വലുതാ മടയിലെന്ന് പറഞ്ഞ പോലെ വ്യാസരേനെ ഇദ്ദേഹം മഹാപ്രഭു മഹാപ്രഭു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ നാരദരെന്താ വിളിക്കുന്നത്? വ്യാസൻ പറഞ്ഞു, ഹേ നാരദമുനെ, അങ്ങ് പറഞ്ഞതെല്ലാം എനിക്കുണ്ട്. എങ്കിലും മനസ്സിനെയും ശരീരത്തെയും അഭിമാനിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. ഹേ മുനെ, ബ്രഹ്മാവിൻ്റെ പുത്രനും അതിഗംഭീരമായ അറിവുള്ളവനുമായ അങ്ങയോട് എൻ്റെ അസന്തോഷത്തിന്, സന്തോഷമില്ലായ്മയ്ക്ക് സ്പഷ്ടമല്ലാതിരിക്കുന്ന കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു കൊള്ളുന്നു. നോക്കൂ, ഇവിടെ രണ്ടാളും ചൈതന്യവത്തായിട്ടുള്ള ആൾക്കാരാണ്, ശ്രേഷ്ഠന്മാരാണ്. പ്രായം കൊണ്ട് വ്യാസരാണ് സീനിയർ. പക്ഷേ നാരദനാകട്ടെ സദാസമയത്തും നാരായണമന്ത്രം ജപിച്ച് നടക്കുന്ന ആളാണ്. മറ്റാളാണെങ്കിൽ സാക്ഷാൽ നാരായണനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ആർക്ക് മെച്ചമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പരസ്പരം കീർത്തിക്കുകയാണ് മഹാന്മാർ ചെയ്യുക. പറഞ്ഞേ. അപ്പോൾ അങ്ങ് പറയൂ, ഞാൻ പരിതോഷിക്കാതെ കണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? അങ്ങ് സർവജ്ഞനാണെന്നാണ് അതിനർത്ഥം പറയാം. എന്നാൽ വ്യാസമുനി സർവജ്ഞനല്ലേ? അതെ. പക്ഷെ തൽക്കാലം അദ്ദേഹത്തിൻ്റെ ജ്ഞാനം മറിഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ 6-ാമത്തെ ശ്ലോകം. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോയൽ പുരുഷ പുരാണാം പരാവരേഷോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗാം. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോയൽ പുരുഷ പുരാണം പരാവരേഷോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗ. എന്താണ് അർത്ഥം പറയാം? യാതൊന്നു ഹേതുവായിട്ട് പണ്ടേയുള്ള പുരുഷൻ
കാര്യകാരണ നിയന്താവായ അവൻ സങ്കല്പത്താൽ തന്നെ, മനസ്സ് വെച്ചാൽ മതി, മനസ്സ് വെച്ചാൽ നടക്കുന്നത്, സങ്കല്പത്താൽ തന്നെ ചേർച്ചയില്ലാത്തവനായിട്ട്, ആരോട് ചേർച്ച? ലൗകികതയോട് ചേർച്ചയില്ലാത്തവനായിട്ട് ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു. ആരുടെ ഗുണങ്ങളെ കൊണ്ട്? പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ആ ഭവാൻ സകല രഹസ്യത്തെയും അറിയുന്നു. ആരാ സകല രഹസ്യത്തെയും അറിയണത്? അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം. എന്നാൽ വ്യാസർക്കുണ്ടല്ലോ അത്, നാരദർക്കുണ്ടല്ലോ അത്. വ്യാസർക്ക് ഉള്ളത് മറിഞ്ഞു കിടക്കണം, നാരദർ പറഞ്ഞിട്ടില്ല. അപ്പം മറിഞ്ഞു കിടക്കുന്നവനെ ഉദ്ബോധിക്കാൻ മറിഞ്ഞു കിടക്കാത്ത ചൈതന്യമുള്ളവനെ സാധിക്കും. അപ്പം നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛൻ, അമ്മ, അമ്മാവൻ, ജ്യേഷ്ഠൻ, നാട്ടുകാരൊക്കെ നമ്മളെ ഗുണദോഷിക്കും. കാരണം എന്താ? നമ്മൾ പരിപക്വതാവസ്ഥയെ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് കേട്ടതുകൊണ്ട് നമ്മൾക്ക് മോശം വരില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വഴി കൂടെ പോണവർ ഞങ്ങളെ തല്ലും, ചീത്ത ചെയ്താൽ. ആരാൻ്റെ മാവിനെ കല്ലെറിഞ്ഞാൽ ചിലവരൊന്ന് ചെവി പിടിക്കും. ഇന്ന് ചെവി പിടിച്ചാൽ ചെവി പിടിച്ചവൻ്റെ കൈ ഉണ്ടാവില്ല. അത് ആണത്രല്ല, പിന്നെയോ അറിവില്ലായ്മ. പ്രൊഫഷയോ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും ഇവിടെ എഴുതിയില്ല. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, പിന്നെ സങ്കല്പത്താൽ തന്നെ ചേർച്ചയില്ലാത്തവനായിട്ട് ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ആ ഭവാൻ സകല രഹസ്യത്തെയും അറിയുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. നാരദമുനിയുടെ അഗാധമായ ഇൻഡെപ്ത് അറിവിനെയും അതിൻ്റെ കാരണത്തെയും 2 പദ്യം കൊണ്ട് വിവരിക്കണം. സത്വാദി ഗുണങ്ങൾ കൊണ്ട് സങ്കല്പമാത്രത്താൽ ലോകത്തെ സൃഷ്ടിച്ച് സംഹരിക്കുന്നവനും കാര്യകാരണങ്ങളെ അതാതിൻ്റെ നിലയ്ക്ക് നിർത്തുന്ന നിയന്താവും ഒന്നോടും ചേർച്ചയില്ലാത്തവനും പുരാണപുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണനെ ഉപാസിച്ചിരിക്കുന്ന അങ്ങ് സകല രഹസ്യത്തെയും അറിയുന്നു. അപ്പം നാരദർ വ്യാസരേക്കാൾ ബുദ്ധിമാനാണെന്ന് നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? സദാസേവ്യ സദാസേവ്യ. നാരായണനെ സദാസമയത്തും സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആരെ? നാരദരെ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, മായയെ ഉപോത്ഫലകമായിട്ടാണ് പറഞ്ഞത്. എങ്ങനെ? സത്വാദി ഗുണങ്ങൾ കൊണ്ട് സങ്കല്പമാത്രത്താൽ. ഈ സങ്കല്പമാത്രത്താൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ പഞ്ചാര ഉണ്ട് എന്ന് ഞാൻ സങ്കല്പിച്ചു. ഞാൻ ചായ കുടിക്കുമ്പോൾ കക്കില്ല. നിങ്ങൾക്ക് പഞ്ചാര, ചിലവർക്ക് പഞ്ചാര ഇട്ടിട്ടും ഇളക്കിയിട്ടും മധുരം തോന്നുന്നില്ല. എന്താ? പോരാ പോരാ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പം ഞാൻ ചായ കുടിക്കുന്നത് സങ്കല്പം കൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ച സാധനമായത് ചായ അല്ല പഞ്ചാര. അപ്പോൾ എനിക്ക് സ്വാദോട് കൂടിയത് കഴിക്കാൻ പറ്റും. എന്തും ഏതും സങ്കല്പം കൊണ്ടാണ് ദൃഢമാവുന്നത്. ഞാൻ ആരെയും അവഹേളിക്കില്ല, ഞാൻ ആരെയും നുള്ളി നോവിക്കില്ല എന്ന് ഞാൻ സങ്കല്പിച്ചാൽ ഞാനതിൽ നിൽക്കും. സാധാരണക്കാരനല്ല. ഞാൻ നിനക്ക് ഇന്നൊരു കുപ്പി വാങ്ങിത്തരാം, നീ അവനൊന്ന് തല്ല്. അവൻ പോയി തല്ലി. ഇവൻ്റെ കാലൊടിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഈ കുടിക്കാനുള്ള രസത്തിൽ എന്തു ചെയ്യും? മറിഞ്ഞ് വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കിപ്പോൾ ആനത്തല തരാമെന്ന് പറഞ്ഞാലും ശരി, വേറൊരാളെ ഞാൻ ചീത്ത വിളിക്കില്ല. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു സപ്താഹത്തിന് പോവുകയാണെങ്കിൽ ഒരു 35,000 റുപ്പീസ് എനിക്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പോവാത്തത്? കാശ് കയ്ക്കുമോ? കാശ് കച്ചിട്ടല്ല, അമ്മാതിരി കാശ് വേണ്ടച്ചിട്ടാണ്. എന്താ പ്രശ്നമായ കാശിന്? എടുക്കാത്ത കാശാണോ തീരുക? അല്ല, എടുക്കണ കാശ് തന്നെ. വാഴില്ല, കാശ് വാഴില്ല. നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മൾ കാശ് ഉണ്ടാക്കി നമ്മൾ വിചാരിക്കാമെന്നല്ലാതെ കണ്ട് അനർത്ഥമായ രീതിയിലുള്ള കാശ് വാഴില്ല. അർത്ഥമില്ലാത്ത കാശ് വാഴില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അത്
ദേവി ഭാഗത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കാശിന് വേണ്ടി, അത് ഇതിൻ്റെ മാഹാത്മ്യത്തിലും പറയുന്നുണ്ട്, കാശിന് വേണ്ടി അറിവിനെ വിൽക്കരുതെന്നാണ്. പ്രത്യേകിച്ച് ജ്യോത്സ്യം, പിന്നെ വൈദ്യം, കാശിന് വേണ്ടി വിൽക്കരുത്. കാശിന് വേണ്ടി വിറ്റാൽ എന്താ കുഴപ്പം? കാശില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് വല്ല ജോലിയും ചെയ്യണം. ഞങ്ങൾക്ക് അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് നിന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? സകല രഹസ്യത്തെയും ആർക്കറിയാൻ പറ്റും? നാരദർക്ക് അറിയാൻ പറ്റും. 7ാമത്തെ ശ്ലോകം. ത്വം പര്യടന്നർക്കൈവ ത്രിലോകീം അന്തശ്ചരോ വായുരുവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതേ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വാം. ത്വം പര്യടന്നർക്കൈവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതേ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വാ. 7ാമത്തെ ശ്ലോകം. സൂര്യനെ പോലെയും ഉള്ളിൽ സഞ്ചരിക്കുന്ന വായു, അതെ, സൂര്യനെ പോലെയും ഉള്ളിൽ സഞ്ചരിക്കുന്ന വായുവെന്ന പോലെയും 3 ലോകത്തെയും സഞ്ചരിക്കുന്ന അങ്ങ്. ആരെ? നാരദമുനി. നാരദമുനി ഒരു ഭാഗത്ത് ഇരിക്കില്ല. അതിനൊരു കാരണമുണ്ട്. ഒരു ദക്ഷൻ ശപിക്കുന്നുണ്ടായിരുന്നു നാരദനെ. അതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ദക്ഷൻ കുറച്ച് മക്കളെ സൃഷ്ടിച്ചു. അവരോട് പോയി പ്രജകളെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വഴിക്ക് വെച്ച് നാരദൻ പറഞ്ഞു, നിങ്ങൾ പ്രജകളെ ഉൽപ്പാദിപ്പിക്കേണ്ട, നിങ്ങൾ ഈശ്വരനെ ഉപാസിക്കും. കുറേ കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ മടങ്ങി വരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ദക്ഷന് വിവരം കിട്ടി, നാരദർ വഴി മുടക്കിയെന്ന്. എന്നാൽ കുറച്ചുകൂടി കുട്ടികളെ ഇദ്ദേഹം സൃഷ്ടിച്ചു, പറഞ്ഞയച്ചു. അവരേനെയും വഴി മുടക്കി. അപ്പോൾ കലശലായിട്ടുള്ള ദേഷ്യം തോന്നി ആർക്ക്? ദക്ഷന്. തനിക്ക് ഗോദോഹന മാത്രം, ഒരു പശുവിനെ കറക്കേണ്ട സമയം മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ തനിക്ക് അവിടെ സ്ഥിരമായിട്ട് ആസനം ഉറക്കാതെ ഇരിക്കട്ടെ, സദാസമയത്തും ഗ്രഹങ്ങളെപ്പോലെ ചുറ്റിത്തിരിയട്ടെ എന്നാ ശാപം. നന്നായി, ഇതന്നെയാണ് എനിക്ക് ആവശ്യം പറഞ്ഞു. അപ്പോൾ ശാപത്തിനെ കൂടി പോസിറ്റിവിറ്റി ആക്കാനുള്ള ജ്ഞാനം ആർക്കുണ്ട്? നാരദർക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ അപ്പം ഞാനത് മുഴുവനാക്കിയില്ല. അതായത് സൂര്യനെ പോലെയും ഉള്ളിൽ സഞ്ചരിക്കുന്ന വായു എന്ന പോലെയും. എന്താ അങ്ങനെ വന്നാൽ? നമ്മുടെ ഉള്ളിൽ വായു സഞ്ചരിക്കുന്നുണ്ട്. ആ വായു സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ പിടിച്ചു നോക്കിയാൽ ടും 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 ഡും 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 ഒരു ശബ്ദമുണ്ട് അല്ലേ? ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ കേൾക്കാം. ഈ കൈ ഇങ്ങനെ തലക്കി വെച്ച് കിടക്കും, ടിക് 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 അടിക്കും. അപ്പോൾ ഈ രക്തസംഭ്രമണം നടക്കുന്നത് ഉള്ളിൽ വായുവിൻ്റെ സഞ്ചാരം ഉള്ളത് കൊണ്ടാണ്. ഈ കാല് തരിക്കണത് എങ്ങനെയാണ്? കാല് ആവശ്യത്തിലധികം മടക്കി ഇരിക്കുമ്പോൾ അവിടേക്ക് രക്തപ്രവാഹം ഉണ്ടാവില്ല. അപ്പോൾ തരിക്കും. കുറേ കഴിഞ്ഞാൽ സെൻസ് ഉണ്ടാവില്ല. കുറേ വർഷമായില്ലേ? അപ്പോൾ ഉള്ളിൽ പുറമെ 24 മണിക്കൂറും സൂര്യൻ ചുറ്റുന്ന പോലെ ഉള്ളിൽ വായുസഞ്ചാരമുണ്ട്. ആത്മാവിൻ്റെ സാക്ഷിയാകുന്ന പരമായും അവരമായും ഇരിക്കുന്ന ബ്രഹ്മത്തിൽ ധർമ്മം കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും മുങ്ങിയിരിക്കുന്ന എൻ്റെ ഏറ്റവും ഉള്ള ന്യൂനത്തെ ഊഹിച്ചാലും എനിക്കുള്ള പോരായ്മ എന്താണെന്ന് അങ്ങ് പറയൂ. ആരോടാണ് പറഞ്ഞത്? വ്യാസരെ നാരദോട് പറയണം. ഇനി അതിനെ ഭാവാർത്ഥത്തിൽ പറയാം. 3 ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയും വായുവെ പോലെയും യോഗബലത്താൽ സർവ പ്രാണികളെയും ഉള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ്. ആര്? നാരദർ. ഉള്ളിൽ സഞ്ചരിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് പറയും. അതന്നെ
യോഗം കൊണ്ടും പരബ്രഹ്മത്തിലും അധ്യയനാദി വ്രതങ്ങൾ കൊണ്ട്, അധ്യയനാദി നമ്മൾക്കില്ലാത്തതാണത്. അധ്യയനാദി എന്ന് പറഞ്ഞാൽ കണഞ്ഞ് പഠിക്കുക എന്നുള്ളത് വ്രതമാക്കിയിട്ടുള്ളവനാണ്. അതാണ് നാരദ ബ്രഹ്മസൂത്രം. നാരദര ബ്രഹ്മസൂത്രം എഴുതിയിട്ടുണ്ട്, നാരദ ബ്രഹ്മസൂത്രം. അപ്പോൾ അധ്യയനാദി വ്രതങ്ങൾ കൊണ്ട് വേദത്തിലും ഒരുപോലെ ശ്രദ്ധയോടിരിക്കുന്ന എനിക്കുള്ള ന്യൂനത, അതായത് വ്യാസർ പറയാം, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് എന്താ പറയുള്ളൂ, എനിക്ക് എന്തൊരു കുഴപ്പമുണ്ട്, അത് താനൊന്ന് ഊഹിച്ചു പറയും, കാരണം എന്താണെന്ന് ആലോചിച്ച് പറയണമേ എന്ന് വ്യാസർ നാരദർ മറുപടി പറഞ്ഞു. നാരദാവാച, 8ാമത്തെ ശ്ലോകം. ഭവതാനുദിത പ്രായം യശോ ഭാഗവതോ അമലം ഏനൈവാസോ ന തുഷ്യേതാ മന്യേ തദ്ദർശനം ഖിലം. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ അമലം. ഭാഗവതമില്ല, ഭഗവതോ അമലം. അവിടെ ഒരു എഫാണ്, ഇങ്ങനെ ഒരു വരിയുണ്ട്. അപ്പോൾ അകാരം കൂട്ടണം, 2 ഉണ്ടെങ്കിൽ ആന്ന് കൂട്ടണം, എന്നാലേ അർത്ഥം കിട്ടുള്ളൂ, വാക്കിന് അർത്ഥം കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ കൂട്ടി വായിക്കണം. എങ്ങനെ? ഭഗവതോമലം എന്ന് പറഞ്ഞാൽ സംസ്കൃതം വായിക്കുന്ന ആൾക്കറിയാം, സംസ്കൃതം അറിയാത്തവർക്ക് ഭാഗവതോ അമലം. അപ്പോൾ 2 ഉണ്ട്. ചളിയില്ലാത്ത ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ മിസ്റ്റർ ക്ലീനാണ്, അതന്നെ. ട്രാൻസ്പെറൻസ് ധവളപത്രമാണ് മൂപ്പറയിൽ. പാപം എന്നുള്ളത് ഏശിയിട്ടില്ല. അതാണ് ഭവതാനുദിത പ്രായം യശോ ഭഗവതോ അമലം ഏനൈവാസോ ന ദുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഭഗവാന്റെ കളങ്കമില്ലാത്തതായ യശസ് അങ്ങയാൽ പറയപ്പെടാത്തതുപോലെ ഇരിക്കുന്നു. യാതൊന്നുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കയില്ല, അതുകൊണ്ട് അറിവ് ന്യൂനമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാഭാരതം അങ്ങ് എഴുതി, അത് ലോകത്തിലെ അത്രയും ചക്രവർത്തിമാരുടെ ജീവിത സന്ധാരണത്തിനെ പറ്റിയിട്ട് അങ്ങ് എഴുതിയത്. അനുശാസനമൊക്കെ ഉണ്ട്, പക്ഷെ ഭഗവാനെ പറ്റിയിട്ട് അങ്ങൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കുറേ കൂടി ക്ലിയറായി ഭാവാർത്ഥം പറയുമ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാന്റെ അതിനിർമ്മലമായ പ്രവൃത്തി നിമിത്തമുള്ള യശസ്സിനെ പ്രധാനമായി വർണ്ണിക്കാത്തത് കൊണ്ട് അങ്ങയാൽ ആ ഭാഗം പറയപ്പെടാത്തതുപോലെ കരുതണം. അങ്ങ് പറയപ്പെട്ടിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല അങ്ങ് ഭാരതത്തിൽ. ഭഗവാന്റെ കീർത്തിയോട് കൂടാത്തതായ ധർമാദി പുരുഷാർത്ഥ പ്രതിപാദനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കില്ല. ഭഗവാൻ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കീർത്തിക്കണം. അതുകൊണ്ട് അങ്ങയുടെ അറിവ് അപൂർണമെന്ന് ഞാൻ കരുതുന്നു. പൂർണ്ണമല്ലാന്ന് അതാണ്. നോക്കൂ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നെഗറ്റിവിറ്റി കൂടെ പോസിറ്റിവിറ്റി, അതാണ്. അപ്പോൾ പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ നിഷേധിച്ച കൂട്ടത്തിലായി. അപൂർണമല്ല എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ടില്ല, അതിൻ്റെ അർത്ഥം. പക്ഷേ മനസ്സിലാക്കണതിൻ്റെ വ്യത്യാസമുണ്ട്. 9ാമത്തെ ശ്ലോകം. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതാം. ഹി അനുവർണിത തന്നെയാണ്. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിത. എന്താണ് അർത്ഥം? മുനിശ്രേഷ്ഠ, വ്യാസരേ എന്നർത്ഥം. ഏതുവിധം ധർമ്മം മുതലായ കാര്യങ്ങൾ അനുകീർത്തിക്കപ്പെട്ടുവോ, ധർമ്മത്തിനൊക്കെ പറ്റി പറഞ്ഞു അങ്ങ്, അനുകീർത്തിക്കപ്പെട്ടുവോ ആ വിധം വാസുദേവൻ്റെ മാഹാത്മ്യം അനുവർണിക്കപ്പെട്ടില്ല. ധർമാർത്ഥ കാമങ്ങൾ പറഞ്ഞു, പക്ഷേ മോക്ഷം കൊടുക്കുന്ന ഭഗവാന്റെ കീർത്തിനെ പറ്റിയിട്ട് അങ്ങ് ഭാരതത്തിൽ പറഞ്ഞിട്ടില്ല. അനുശാസനമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിൽ ഒരു എക്സ്ക്ലൂസീവ് ഒരു വോള്യം ഹരിവംശ കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കീർത്തിച്ചില്ല എന്നാ.
അതാണ് മഹാന്മാരുടെ അടുത്ത് പോയാൽ മഹാന്മാരെ കീർത്തിക്കണം. അതെങ്ങനെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പതിവായിട്ട് പ്രവാസിയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാത്ത ആളാണ്, ജോലി സ്ഥലത്താണ്. അതിപ്പോൾ പട്ടാമ്പിയുള്ളവർ എറണാകുളത്താണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളു വിചാരിച്ചാൽ, നമ്മൾ വീട്ടിലേക്ക് വന്ന അച്ഛൻ അമ്മ ഉണ്ടെന്ന് വിചാരിക്കുക. ആരാ ജീവിച്ചിരിക്കണത്? അവരെ സന്തോഷിപ്പിക്കണം. അച്ഛാ സുഖമല്ലേ, ഞാൻ പോയിട്ട് ഒരാഴ്ചയായി, ഈ ഒരാഴ്ചയിൽ അച്ഛന് വല്ല അസുഖം ഉണ്ടായോ, മരുന്ന് വാങ്ങിയോ, അച്ഛൻ കഴിച്ചുവോ, അന്വേഷണം വേണം. മാത്രമല്ല അപ്പോൾ പോകുമ്പോൾ പറയണം അച്ഛനോടും അമ്മോടും സൂക്ഷിച്ചിരിക്കണം, പ്രായത്തിനെ വെല്ലുന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഒറ്റയ്ക്ക് നടക്കരുത് എന്നൊക്കെ പറയണം. എന്താ അത് അച്ഛനറിയില്ലേ എന്ന് ചോദിക്കരുത്. അപ്പോൾ മകനെന്നുള്ള നിലയ്ക്ക്, മകളെന്ന നിലയ്ക്ക് നമ്മൾക്ക് ഓരോരുത്തരും ഓരോ കടമയും കടപ്പാടും ഉണ്ട്. അതിനിപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തു, ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ടെന്ന് പറയാൻ പാടില്ല. കല്യാണം കഴിച്ച് കൊടുത്തത് കൊണ്ട് അച്ഛനല്ലാണ്ടേ ആവുമോ? അപ്പോൾ നമ്മൾക്കൊക്കെ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ വരാൻ പാടില്ല. പ്രത്യേകിച്ച് അമ്മയോട് നമ്മൾക്ക് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അമ്മ. അപ്പം അമ്മയുടെ സുഖസൗകര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അമ്മ പറയില്ല. അമ്മ എന്താ പറയാത്ത? അമ്മ പറയില്ല എന്നെ. അപ്പോൾ ആ രണ്ട് ക്യാരക്ടറെ നമ്മൾ തലയിൽ വെച്ച് നടക്കണം. അത്രയും അവരർഹിക്കുന്ന ബഹുമാനങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയാലും ദേവീദേവന്മാരെ പ്രശംസിക്കുക, ദേവീദേവന്മാരെ വാഴ്ത്തുക, ദേവീദേവന്മാരെ സ്തുതിക്കുക, അവരുടെ വീരശൂര പരാക്രമങ്ങളെ വർക്കുന്ന നാമധേയങ്ങൾ ചൊല്ലുക. അല്ലാണ്ട് എനിക്ക് അത് പോരാ, എനിക്ക് ഇത് പോരാ എന്ന് പറഞ്ഞാൽ കുന്തം എന്ന് പറയരുത്. കുന്തം പോടാ പറയും. കാര്യത്തിലേ ഒരു കാര്യം നടക്കില്ല. ഞാൻ ദീപസ്തംഭം കത്തിച്ചില്ലേ, നീ എന്തിനു വേണ്ടിയിട്ട് കത്തിച്ചത്? നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതിന് നീ കർമ്മം ചെയ്യണം. എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദീപസ്തംഭം കത്തിക്കേ, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നെ സ്തുതിക്കേ, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പ്രദക്ഷിണം ചെയ്യേ, എന്നെ പ്രീതിപ്പെടുത്താൻ നീ എന്നെ നമസ്കരിച്ചുവോ? ഇല്ല. എന്തുകൊണ്ട് നീ നമസ്കരിച്ചില്ല? നീ നമസ്കരിച്ചു വില്ല് പോലെ. എന്താ നമുക്ക് കുപ്പായം നിലത്ത് മുട്ടിയ മണ്ണാവും വിചാരമുണ്ടോ? എടാ, നീ മണ്ണിലേക്ക് പോകേണ്ടവനല്ലേ, നീ ഒരു പിടി ചാരമാവേണ്ടവനല്ലേ. നിനക്ക് എന്തിനാ ഈ ശരീരാഭിമാനം? പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. ഒരാൾ റെഗുലറായിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാത്ത എന്താ ഇപ്പം ഇയാൾക്ക് എന്താ പ്രശ്നം ഉണ്ടടാ ഇല്ലടി ചോദിക്കും. അങ്ങനെ വിചാരിക്കണവരെ നമ്മൾ ലീസ്റ്റ് വറീഡായിരിക്കണം. അവരൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ എന്ത് പഠിച്ചു, എന്ത് പഠിക്കണം, അതിനെ നമ്മൾ മഹാത്മ്യമുള്ള കാര്യങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ട് അനുവർത്തിക്കണം. നമ്മൾ ആ വഴിക്ക് തന്നെ ചിന്താഗതികൾ, ഭാഗവതത്തിൻ്റെ ചിന്താഗതികളെ ഉയർത്തിപ്പിടിച്ച് ഭാഗവതം പറയുന്ന രീതിയിൽ നമുക്ക് നടക്കാൻ സാധിക്കണം. അല്ലാതെ കണ്ട് ഇതൊക്കെ വ്യാസരുടെ തലവേദനയാണെന്ന് വിചാരിച്ചാൽ കാര്യം ആക്ഷേപമായി. ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ബോധം വേണം. ഭഗവത്ഗീത പഠിക്കുമ്പോൾ അർജുനൻ്റെ വിഷാദം അത് നമ്മളെ ബാധിക്കില്ലല്ലോ എന്ന് പറയരുത്. അർജുനൻ്റെ സ്ഥാനത്ത് നമ്മളാവണം. അപ്പോഴാണ് ഭഗവാൻ ഉവാചയുടെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിത. ഹേ മുനിശ്രേഷ്ഠ, ഏതുവിധം ധർമ്മം മുതലായ കാര്യങ്ങൾ അനുകീർത്തിക്കപ്പെട്ടുവോ ആ വിധം വാസുദേവൻ്റെ മാഹാത്മ്യം അനുവർണിക്കപ്പെട്ടില്ല. ഭഗവാന്റെ യശസ്സും ഭാരതാദികളിൽ അവിടവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം.
ധർമ്മം അർത്ഥം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഏതുവിധം പൂർണ്ണമായി വർണ്ണിച്ചിട്ടുണ്ടോ അതുപോലെ ശ്രീവാസുദേവൻ്റെ മഹിമയെ പ്രാധാന്യേന വർണ്ണിച്ചിട്ടില്ല എന്ന ഭാരതത്തിൽ ധർമ്മം അർത്ഥം അർത്ഥം അതിനെ എത്രത്തോളം സീരിയസ് ആയി കണ്ടിട്ടുണ്ട്, അതുപോലെ പരമാത്മ ചൈതന്യത്തിൻ്റെ ശ്രേഷ്ഠതയെ പറ്റിയിട്ട് അങ്ങ് പറഞ്ഞിട്ടില്ല. അതാണ് അങ്ങക്ക് ഒരു നഷ്ടബോധമുള്ള മാതിരി തോന്നണത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. പിന്നെ പറയണു 10ാമത്തെ ശ്ലോകം, നയത് വചിത്രപദം ഹരേര്യശോ ജഗൽ പവിത്രം പ്രഗൃണീതകർഹിചിത് തദ്വായസം തീർത്ഥമുപശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയാം നയത് വചിത്രപദം ഹരേര്യശോ ജഗൽ പവിത്രം പ്രഗൃണീതകർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയാ. എന്താ അതിനർത്ഥം പറയാം? ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ, ചിത്രപദം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ എന്ന് പറഞ്ഞാൽ, ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്ചര്യജനകമായ പദങ്ങളോടുകൂടിയാന്നർത്ഥം. ചിത്രങ്ങൾ, ചിത്രം അതൊരു സംസ്കൃത യൂസേജാണ്. അല്ലാണ്ട് ചിത്രം വരയ്ക്കണ കൂട്ടത്തിൽ അല്ലേ, അങ്ങനെയല്ല. ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ യാതൊരു വചസ് വാക്കുകൾ ലോകത്തെ ശുദ്ധമാക്കുന്നതായ ഹരിയുടെ യശസ്സിനെ പ്രകർഷേണ പറയുന്നല്ലയോ, വിവരിച്ച് പറയണം, പ്രകർഷേണ പറയുന്നില്ലയോ. അത് കാക്കകൾക്കുള്ള തീർത്ഥമാണെന്ന് പറയുന്നു. കാക്കകൾക്ക് തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാക്കത്തോടിൽ പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുമോ? ഇല്ല. അതിപ്പോൾ ഈ നാട് വിട്ടവർക്ക് കാക്കത്തോട് എന്താണെന്ന് അറിയില്ല, കാക്കപ്പൊന്ന എന്താണെന്ന് അറിയില്ല. ഈ തോടുകളൊക്കെ തുടക്കത്തിൽ കാക്കത്തോടാണ്, പിന്നെയാണത് വലിയ തോടായിട്ട് മാറുക അല്ലേ. നാട്ടിൽ അറിയാം കാക്കത്തോട് എന്താണെന്നുള്ളത്, ചെറിയ തരത്തിലെ വെള്ളം പോവുള്ളൂ. കാക്കകൾ കുളിക്കും, പക്ഷെ മനുഷ്യന്മാർക്ക് കുളിക്കാൻ പറ്റില്ല. അതിന് ഈ 4-5 കാക്കത്തോട് കൂടിയ സ്ഥലമുണ്ട്, പിന്നെ അവിടുന്ന് തോട് വലുതായി, അതിനെ കാക്കത്തോടെന്ന് പറയില്ല. അപ്പോൾ ഇപ്പം തോട്ടിൽ കുളി ഇല്ല കേട്ടോ, ഒരു 50 കൊല്ലമായി ഉണ്ടാവും തോട്ടിൽ കുളിയില്ല. മറ്റത് ഞാൻ 83 പട്ടാമ്പിയിൽ നിന്ന് ഓങ്ങണ്ടൂർക്ക് പോകുമ്പോൾ ചാത്തൻകുളത്തിൻ്റെ മുമ്പേ ഒരു തോടുണ്ട്. ആ തോട്ടിൽ കുളിച്ചിട്ടാണ് ഞാനും എൻ്റെ ഗുരുസ്വാമിയും, എൻ്റെ ഏട്ടത്തിയമ്മയുടെ അച്ഛനാണ് എൻ്റെ ഗുരുസ്വാമി അന്ന്, ഗണപതി അങ്കാവിൽ മാലയിട്ട് പിന്നെ കെട്ടു നിറച്ച് ഞാനും വീരമണി ടെക്സ്റ്റൈൽസിൽ ഒരു രാമചന്ദ്രൻ എന്ന് പേരായിട്ടൊരു നമ്പൂരി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, ചോരക്കോട്ടുള്ള ആളാണ്. ഞങ്ങൾ നടന്നിട്ട് പോയി. ആദ്യം തന്നെ ഞങ്ങൾ രാത്രി 10 മണിക്ക് തൃശ്ശൂർ റൗണ്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറച്ച് ഓർത്തഡോക്സ് ആൾക്കാരാണ്. അവിടെ ഇവിടെ ഒന്നും മലമൂത്ര വിസർജനം ചെയ്യില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് എലൈറ്റിൽ ലോഡ്ജെടുത്ത് താമസിച്ചു. ശബരിമലയ്ക്ക് പോകുമ്പോൾ 3 മണിക്ക് നീട്ട് നടക്കാൻ തുടങ്ങി. ആകെ 10 മണി മുതൽ 3 മണി ഒരു 5 മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ വാടക കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അങ്കമാലി വരെ ഞങ്ങൾ നടന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലുമ്പിൽ കുറച്ച് നീരൊക്കെ വന്ന് നടക്കാൻ വയ്യാതെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ കുട്ടികളല്ലേ, 83 എന്ന് പറയുമ്പോൾ 21 വയസ്സ് അല്ല, 52, 62, 72, 83, 31 വയസ്സ്, കല്യാണം കഴിഞ്ഞു. അങ്ങനൊരു ഇൻസിഡൻറ്റ്. ഇതെന്താ പറയാൻ കാരണം? ഈ തീർത്ഥത്തിനെ വേണ്ടിയിട്ട് പറയുമ്പോഴാണ്. അപ്പോൾ കാക്കകൾക്കുള്ള തീർത്ഥമാണെന്ന് പറയുന്നു. കമനീയമായ ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള മാനസവാസികളായ ഹംസന്മാർ, അതായത് താറാവുകളല്ല കേട്ടോ, അരയന്നങ്ങൾ. ഹംസന്മാരെന്ന് അരയന്നങ്ങൾ യാതൊന്നിൽ ഒരു കാലത്തും ഒട്ടും രമിക്കുന്നില്ല. ഹംസന്മാരായിട്ടുള്ള തത്വശാസ്ത്രജ്ഞന്മാരെ ചീപ്പ് കാര്യങ്ങളല്ല, CHEAP വളരെ അല്ലേ, ഈ സിനിമയിൽ പറയണ അല്ലെങ്കിൽ ഒരു ചിരി ബമ്പർ ചിരി ഒന്നും അവർ കേൾക്കില്ല. ശരിയല്ല അതല്ലേ, വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളത്. അപ്പോൾ അതിന്
ഭാവാർത്ഥം പറയാം. ശ്രീ വാസുദേവജ്ഞാനരഹിതമായ ഒരൊറ്റ വാക്ക, ശ്രീ വാസുദേവജ്ഞാനരഹിതമായ അന്യവിഷയജ്ഞാനം പോലെ തന്നെ വാസുദേവനെ ഒഴിച്ചുള്ള അന്യവിഷയങ്ങളെപ്പറ്റി പറയുന്ന വാക്ചാതുര്യവും ന്യൂനം തന്നെ. ഈശ്വരോപാസനെ പറ്റി അല്ലാത്ത പ്രഭാഷണങ്ങളല്ല. അത് ഉൾക്കൊണ്ട് നോക്കും നിങ്ങൾ. സ്കൈ ഈസ് ദി ലിമിറ്റ്. ആകാശം മുട്ടുമാറ് നമുക്ക് വളരാം. വാസുദേവൻ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനെ പറ്റി അല്ലാതെ കണ്ടുള്ളതൊന്നും പ്രഭാഷണമല്ല. അപ്പോൾ നമ്മളൊരു ഒരു കവിത എഴുതി വാസുദേവ ചൈതന്യത്തിനെ പറ്റി അല്ലാതെ കണ്ട് ഒരു മരണത്തിനെ പറ്റിയിട്ടൊരു കവിത എഴുതിയാൽ വായിക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവുക, സന്താപം ഉണ്ടാവുക? പറയൂ. അപ്പോൾ വസിക്കുന്ന ദേവൻ ബ്രഹ്മമാണെന്ന അർത്ഥം വരുന്ന കവിതകൾ നിങ്ങൾ എഴുതും. അതാണ് ഈ രാമായണവും ഭാഗവതമൊക്കെ മഹാഭാരതമൊക്കെ. അത് അന്നും ഇന്നും പ്രസിദ്ധമായിട്ടിരിക്കുക. അതിന് നിങ്ങൾ അവാർഡ് കൊടുക്കൊന്നും വേണ്ട. രാമായണത്തിന് നിങ്ങളൊരു അവാർഡ് കൊടുക്കണ്ട. ഭഗവത്ഗീതയ്ക്ക് നിങ്ങളൊരു അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളാരും വിമർശിക്കാനും ഇല്ല അതിനെ പറ്റിയിട്ട്. ഇപ്പം ചിലവർ വിമർശിക്കുന്നുണ്ട്. എനിക്ക് രാമനല്ല ഇഷ്ടം, രാവണൻ. ഗോ ടു ഹെൽ. ആര് ചോദിച്ചു നിങ്ങളോട്? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ട്. അപ്പോൾ പൂർണ്ണമല്ല എന്ന് കാണിക്കുന്നു. അതായത് അന്യവിഷയങ്ങളെ പറ്റി പറയുന്ന വാക്ചാതുര്യവും ന്യൂനം തന്നെ, പൂർണ്ണമല്ല എന്ന് കാണിക്കുന്നു. വിചിത്ര പദങ്ങളോട് കൂടിയതായിരുന്നാലും, അതായത് അത്ഭുതകരമായ വാക്ക് പ്രയോഗങ്ങളാണെങ്കിൽ തന്നെ ഏതൊരു വാക്ക് ഭക്തന്മാരുടെ സകല സങ്കടങ്ങളെയും സംഹരിച്ച് അവരെ എപ്പോഴും സംരക്ഷിക്കുന്ന ശ്രീഹരിയുടെ ലോകശുദ്ധികരമായ യശസ്സിനെ പറ്റി നമ്മളൊരു ഗ്രാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒരു വില്ലേജിലത്തെ ഗ്രാമം വില്ലേജ് ഒന്നാണ് ആയിക്കോട്ടെ, ഒരു പട്ടണം, ഒരു താലൂക്ക്, ഒരു ഡിസ്ട്രിക്റ്റ്, ഒരു സ്റ്റേറ്റ് അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല, ലോക എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകശുദ്ധികരമായ യശസ്സിനെ പറ്റി പറയാതായിരിക്കുന്നുവോ അത് തുച്ഛ വിഷയങ്ങളിൽ ഇച്ഛയുള്ള രജോ ഗുണപ്രധാനികൾക്ക് രസിപ്പാനുള്ളതാകയാൽ രജോ ഗുണം തമോ ഗുണം അല്ല ഒരു കാവ്യത്തിൻ്റെ മഹത്വം. സത്വഗുണമാണ്. എന്താ സത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സത്വങ്ങളാണ്. സത്തുള്ളവൻ സത്വം, ജീവനുള്ളവനെയാണ് സത്വം എന്ന് പറയാം. ഭൂതം എന്ന് പറയും, പൂതം എന്ന് പറയും. ഭഗവതിയുടെ പൂതം വന്നു ഇല്ലേ, അതന്നെ. അപ്പോൾ തുച്ഛ വിഷയങ്ങളിൽ ഇച്ഛയുള്ള രജോ ഗുണപ്രധാനികൾക്ക് രസിപ്പാനുള്ളതാകയാൽ കാക്കകൾക്ക് ഉൾപ്പാനുള്ള പൊട്ടക്കുളങ്ങൾക്ക് സദൃശങ്ങളാകുന്നു. സത്വഗുണപ്രധാനമായ മനസ്സോടുകൂടിയ പരമഹംസന്മാർ ആ വാക്കുകളിൽ രമിക്കുന്നില്ല. ഇപ്പോൾ എന്നോട് ചിലവർ ചോദിക്കും, താൻ അത് ആ മാസിക നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന ആളുടെ ഇല്ല. എന്തേ എനിക്കെന്നെ ആവശ്യമില്ല. ഞാനൊന്നാമത് വായനാശീലം തുടങ്ങിയത് വളരെ ലേറ്റായിട്ടാണ്. കാരണം അപ്പോഴും കുട്ടിക്കാലത്തിന് ശ്രദ്ധ എന്താ? വരച്ച് കുറിയിടുക, അമ്പലത്തിൽ പുല്ല് പെറുക്കുക, നവരാത്രിക്ക് വെള്ളം പൂശുക, ശ്രീകോവിലിന് കാവ്യം അടിക്കുക. ഈ പാട്ടൊക്കെ കിട്ടാതെ ഉണ്ടായപ്പോൾ ഒരു 18 വയസ്സായപ്പോഴേക്കും ഞാൻ 2 ആളുടെ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ, അമ്പലത്തിൽ, പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ, എൻ്റെ അച്ഛൻപങ്ങളുടെ ട്രസ്റ്റിൽ. വെറുതല്ല ആചാര്യരായിട്ട്. ഈശ്വരീയതേനെ പോഷിപ്പിക്കുക, ഈശ്വരീയതേനെ ബഹുമാനിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ നിരന്തരം വസിക്കുന്ന അവർ ആര്? ഭാഗവതന്മാർ. അല്ലെങ്കിൽ ഭാഗവതത്തിൽ താല്പര്യം വന്നാൽ എന്താണ്? മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ നിരന്തരം എണ്ണധാര പോലെ വസിക്കുന്ന അവർ മാനസ സരസിൽ ക്രീഡിച്ച്. മാനസ സരസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാലയത്തിലുണ്ട്. പക്ഷെ അത് സത്യത്തിൽ യൂട്ടേൺ എടുക്കണം. നമ്മുടെ സ്വന്തം മാനസ സരസിലെ ഹംസമാവണം നമ്മൾ. ഇത് പറഞ്ഞ അർത്ഥം
പാലും വെള്ളം കൂടി ഒഴിച്ച് തന്നാൽ പാല് കുടിക്കുക, വെള്ളത്തിനെ വിസർജിക്കുക. മാനസ സരസിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ 10-16 വയസ്സാകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിന് ആളേനല്ല കാണേണ്ടത്. മനസ്സിൽ എനിക്ക് അവളുണ്ടായിരുന്നു, മനസ്സിൽ എനിക്ക് അവനുണ്ടായിരുന്നു എന്ന് പറയരുത്. എന്താ പറയുക, ഓർമ്മ വെച്ച ദിവസം മുതൽ എൻ്റെ മനസ്സിൽ നാരായണനാണ്. വെറുതെയാണോ പൂന്താനത്തിനെ ബഹുമാനിക്കണത്? പൂന്താനത്തിനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ നാരായണീയ കർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അദ്ദേഹം കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ ശരിക്കുള്ള ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ വ്യാസരോടുള്ള ബഹുമാനത്തിനേക്കാൾ സുഖബ്രഹ്മർഷിക്ക് ബഹുമാനമുണ്ട്. കാരണം എന്താ? സ്ത്രീ പുരുഷ ഭേദം അറിയാത്ത ആളാണ്. ഈ ഓപ്പോസിറ്റ് സെക്സ് ആണല്ലോ ആൾക്കാർക്ക് താല്പര്യം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സ്വവർഗബോധം എന്തൊക്കെയോ പറയും, സ്വവർഗ എന്തോ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ താല്പര്യം, മാനസ സരസിൽ ക്രീഡിച്ച് അതിലുള്ള കമനീയമായ പത്മഖണ്ഡത്തെ കൊത്തി തിന്ന. പത്മഖണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, അത്ര നിർമ്മലമായിട്ടുള്ളത് എന്നർത്ഥം. കൊത്തി തിന്ന് സഞ്ചരിക്കുന്ന ഹംസപ്പക്ഷികൾ, ചളിക്കെട്ടിൽ നിൽക്കുന്ന കാക്കകൾ കുളിക്കുന്ന മലിനജലത്തിൽ രമിക്കാത്തതുപോലെ ഹംസങ്ങൾ, അരയന്നങ്ങൾ ചളിയിൽ നിൽക്കില്ല. അവർ മാനസ സരോവർ നല്ല ശുദ്ധിയുള്ള വെള്ളത്തിലേ നിൽക്കുള്ളൂ. എന്തൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് എന്താണെന്നാ പറയുക, എന്തൊരു വാക്കുണ്ടല്ലോ, അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഈ 1075 എപ്പിസോഡിൽ പഠിച്ചത് എവിടെയെങ്കിലും അസംബന്ധമായിട്ടുള്ളത് പറഞ്ഞിട്ടില്ല, പറയൂല. അസംബന്ധമായിട്ടുള്ളതില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, കാക്ക കുളിക്കുന്ന ജലത്തിൽ അരയന്നങ്ങൾ കുളിക്കില്ല. അപ്പോൾ നമ്മൾ കാക്കകളല്ലല്ലോ. വസ്തുനിഷ്ഠാബോധത്തോടുകൂടി വസ്തുക്കളെ വിശേഷേണ അറിയാൻ കഴിവുള്ളവരല്ലേ. അപ്പോൾ ദുഃഖപൂർണമായ കാര്യത്തിൽ നമ്മൾ പോയി ചാടാൻ പാടുമോ? അതായത് നമ്മൾ ഈ മദ്യത്തിനും മാംസത്തിനും അടിമകളാവരുത്, ചുരുക്കി പറഞ്ഞു ശൈലി. അതായത് വായയ്ക്ക് ആവശ്യമുള്ളതല്ല തിന്നേണ്ടത്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. കാക്ക പലതും കൊത്തും, പക്ഷേ കാക്കേനെ ബഹുമാനിക്കുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ, കർത്തവാകും ദിവസം, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ശ്രാദ്ധം ദിവസം. അരയന്നങ്ങൾ ചീത്ത വെള്ളത്തിൽ ഇരിക്കുകയില്ല, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ചളിക്കെട്ടിൽ നിൽക്കുന്ന കാക്കകൾ കുളിക്കുന്ന മലിനജലത്തിൽ രമിക്കാത്തതുപോലെ ഭഗവത് ഗുണകീർത്തനരഹിതമായ വാക്കിൽ ആനന്ദിക്കുകയില്ല. ഭഗവത് ഗുണകീർത്തനരഹിതമായ ഏതെങ്കിലും ഒരു പദ്യം ഇല്ലേ? ഇപ്പം എത്രയോ കവികളുണ്ട്. ആ കാവ്യത്തിൽ ഭഗവത് ഗുണകീർത്തനം ഇല്ലെങ്കിൽ അത് കീർത്തനമല്ല. ഇപ്പുണ്ട് വാട്സപ്പിൽ എത്രയോ ഓരോ അംശത്തിലും ദേശത്തിലും കവികളുടെ എന്താണെന്നാ പറയുക, കൂട്ടുകെട്ട്. അതല്ല, ഭഗവത് ഗുണകീർത്തനമായിരിക്കണം, എന്നാലേ അതൊരു കവിയാവുള്ളൂ. ഇന്ന് നമ്മൾക്ക് അവിടെ നിർത്താം. അടുത്ത 11ാമത്തെ ശ്ലോകം മുതൽക്ക് അടുത്ത എപ്പിസോഡിലാവാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.